എറണാകുളം പെരുമ്പാവൂരിൽ മാലിന്യ കൂമ്പാരത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച ദമ്പതികളെ കണ്ടെത്തി. കുട്ടിയുടെ അമ്മ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിൽ ചികിത്സയിലാണ്. പിതാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കും. നിതിൻ സേവർ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നിതിൻ, എങ്ങനെയാണ് ഇവരെ കണ്ടെത്തുന്നത്? ഇവരുടെ മൊഴിയെടുക്കൽ അടക്കമുള്ള മറ്റു നടപടികളൊക്കെ എങ്ങനെയാണ്? വൈകിട്ടാണ് എറണാകുളം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മാലിന്യ കൂമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സമീപത്ത് തന്നെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന രണ്ടുപേർ, ഷീല ജിയാറുൽ ദമ്പതികളുടെ കുട്ടിയാണ് ഇതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. തുടർന്ന് ഈ വീട് ഉപേക്ഷിച്ച് മറ്റു രണ്ട് കുട്ടികൾ കൂടി ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ ഉപേക്ഷിച്ച് വീട് പൂട്ടിപ്പോയ ഈ ദമ്പതികൾക്ക് വേണ്ടി ആശുപത്രികളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയാണ്, നവജാത ശിശു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പൊക്കിൾ കൂടി വേർപെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സമീപത്തെ ആശുപത്രികളും മറ്റും കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ആ പരിശോധനയിലാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇവരെ കണ്ടെത്തുന്നത്. ഈ മരിച്ച കുട്ടിയുടെ അമ്മ ലേബർ റൂമിൽ ചികിത്സയിലാണുള്ളത്. അച്ഛൻ പോലീസ് നിരീക്ഷണത്തിലാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായി കഴിഞ്ഞ ശേഷമായിരിക്കും ഇവർക്കെതിരെയുള്ള പോലീസ് നടപടികൾ ആരംഭിക്കുന്നത്. ഏതായാലും നിലവിൽ അമ്മ ചികിത്സയിലായതിനാൽ അമ്മയുടെ മൊഴി പോലീസ് പിന്നീടാകും രേഖപ്പെടുത്തുക. അച്ഛനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം ഈ കുട്ടിയുടെ അച്ഛന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തും. അതിനുശേഷം മറ്റ് നിയമ നടപടികളിലേക്ക് പോലീസ് പോകും. ജീന, ശരി. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.